ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചേക്കുന്ന നല്ലൊരു കിച്ചൺ ടിപ്സാണ്. നമ്മൾ ഉജാല ഉണ്ടല്ലോ, ഉജാല വെച്ചുള്ള ഒരു നല്ലൊരു കിച്ചൺ ടിപ്സാണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2-3 തുള്ളി ഉജാല ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ വിനീഗർ ഉണ്ടല്ലോ, വിനാഗിരി, അതിൻ്റെ ഒരടപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ആ ലിക്വിഡ് ഒഴിച്ചതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ലയിപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ ഇതിലോട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാത്രം, ഇല്ല വീതിയുള്ള ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കതിലോട്ട് മുക്കി ഒരു 10-15 മിനിറ്റൊക്കെ മുക്കി വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ കിച്ചൺ ടിപ്സ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ പഴയ ഗ്ലാസ്സൊക്കെ ഉണ്ടല്ലോ, തിളക്കം ഇല്ലാതെ ഒരുമാതിരി മങ്ങി പൊടിയൊക്കെ കയറി അങ്ങനെയൊക്കെ ഇരിക്കും. നമുക്ക് പ്രധാനമായിട്ടും നല്ല തിളക്കമൊക്കെ കിട്ടാനായിരിക്കും നമ്മൾ അലകുന്നല്ലേ. അപ്പോൾ നമുക്ക് ഇത് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഇങ്ങനെ തന്നെ മുക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇപ്പം വെറും കൈകൊണ്ട് മാത്രം ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പം അതിൻ്റെ മാറ്റവും നമുക്ക് അറിയാൻ പറ്റും. വേറെ സ്ക്രബോ കാര്യങ്ങളോ ഇട്ടൊന്നും നമുക്ക് ചെയ്യേണ്ടി വരത്തില്ല. ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെയധികം എളുപ്പമാണ്. നമ്മുടെ കയ്യിൽ ഉജാല ഉണ്ടെങ്കിൽ ഉജാല വെച്ചിട്ടുള്ള കുറേ മാറ്റങ്ങളാണ് ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതൊന്ന് എടുത്ത് കാണിക്കാൻ കണ്ട കുറച്ച് നല്ല വെട്ടം വന്നതാണ് ഗ്ലാസിൻ്റെ. ആദ്യത്തെ ഗ്ലാസ്സും ഈ ഗ്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം കണ്ടല്ലോ. അപ്പം വെറും കൈ കൊണ്ട് മാത്രം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. വേറെ സ്ക്രബോ പഞ്ഞിയോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കണ്ട ആ ഒരു ഗ്ലേസിങ്ങും ആ ഒരു തിളക്കം വന്നാണ്ട് ആ ഗ്ലാസിൻ്റെ നല്ല വെണ്മയെ പുതുപുത്തനായി. ആദ്യം നമ്മൾ എടുത്തപ്പോൾ നല്ല മങ്ങിയതുപോലെ ഇരുന്നില്ലേ, കുറേ നാളിങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ആ ഒരു മങ്ങലൊക്കെ വരും. അപ്പോൾ നല്ല പുതുപുത്തനാക്കി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് കറക്കിയെടുത്താൽ മതി. നല്ല ഗ്ലേസിങ് ആയിട്ടുണ്ട്, നല്ല തിളക്കമായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗ്ലാസ്സും കൂടി ഒന്ന് കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ചായ കുടിച്ച് അതിൻ്റെ അറ്റത്ത് കുറച്ച് മഞ്ഞക്കറയും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വരും. അതും കൂടി ഒന്ന് ശരിയാക്കി എടുത്താൽ മതി. ഇനി ഞാൻ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല തിളക്കമുണ്ട് അല്ലേ, ഗ്ലാസ്സെല്ലാം നല്ല പുതുപുത്തനായിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണോ വാങ്ങിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് കിട്ടും. നല്ല തിളക്കമായിട്ടിരിക്കും. ഇനി ആ വെള്ളത്തിൽ തന്നെ ഞാൻ കുറച്ച് സ്റ്റീൽ പാത്രങ്ങളും കൂടി ഇടുവാണ് കേട്ടോ. ആ സ്റ്റീൽ പാത്രവും കൂടി കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് മുക്കി വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ അതും നല്ലൊരു തിളക്കവും നല്ല വെണ്മയായിട്ടിരിക്കും. നമ്മൾ പാത്രങ്ങളൊക്കെ നല്ല വെളുത്ത് നല്ല നീറ്റും ക്ലീനും നല്ല വെണ്മ ആയിട്ടൊക്കെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ. സ്റ്റീൽ പാത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ സ്റ്റീൽ പാത്രമൊക്കെ ഇങ്ങനെ അടുക്കളയിൽ കയറുമ്പോൾ തന്നെ നല്ല തിളക്കമായിട്ട് ഇങ്ങനെ മിന്നുമ്പോൾ ആ ഒരു രസം തന്നെയാണ്. നമ്മൾ പാചകം ചെയ്യുന്നതിനെക്കാട്ടി നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയല്ലേ. ഇനി അതിൻ്റെ ബാക്കി വരുന്ന വെള്ളം കൊണ്ട് നമ്മൾ സിങ്ക് ഉണ്ടല്ലോ, സിങ്കും കൂടി ഇതേപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കാം. അപ്പം സ്റ്റീലായതുകൊണ്ട് അത് നല്ല പുത്തനായിട്ട് തിളങ്ങും. ആ ഒരു കാര്യവും കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടി ഉപയോഗപ്പെടും. അപ്പം നമുക്ക് ആ പൈപ്പ് ഉണ്ടല്ലോ, സ്റ്റീൽ പൈപ്പ്, അതും കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് കഴുകിയെടുക്കാം. പിന്നെ നമ്മൾ സിങ്കും കൂടി ഒന്ന് നല്ലതുപോലെ, അതിനകത്ത് നമ്മൾ ലിക്വിഡ് ഒഴിച്ചത് കൊണ്ട് നല്ല പതയും കേട്ടോ. അപ്പോൾ ഒരു പഴയ ഒരു പഞ്ഞി എടുത്തിട്ട് വേണം സിങ്ക് കഴുകാനായിട്ട്. ഇതിപ്പം ഇതൊന്നല്ല, നമ്മൾ ടൈൽസ് ആയാലും ബാത്റൂമിലെ ആയാലും ബാക്കി ഇതുപോലെ ഒഴിച്ച് നമ്മൾ കഴുകിയെടുത്താൽ മതി. നല്ല ക്ലീനായിട്ട് നല്ല തിളക്കമായിട്ടും ഇരിക്കും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. താങ്ക് യു. ബൈ.